ശരിക്ക് പറഞ്ഞാൽ ഈ അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും, ആളെ മുട്ടിയാൽ ചേരയും കടിക്കും. ഇനിയുണ്ട്, ഉപമാളിങ്ങനെ കുറേ ഉണ്ട്. എന്താണ് ചെയ്യുക എന്ന് അറിഞ്ഞുകൂടാത്തൊരു രീതിയിലാണ് പിണറായി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ഉം അടപടലം തെറ്റിയാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ വിഷയം, അവരെടുത്ത് ഈ സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ശരിയാക്കി കൊടുക്കാൻ അതിനകത്ത് ആളില്ല. കുറേ ഉഡായിപ്പ് പരിപാടികളാണ് അവർ നടത്തുന്നത്. അതായത് ഒരു പഞ്ചാബി സേട്ടിനെ കുറിച്ചൊരു കഥയുണ്ട്. അത് ആ കഥ ഇപ്പോൾ പറയുന്നില്ല, പലർക്കും അറിയാമായിരിക്കും. ബാത്റൂം എന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയതിന് ശേഷം ലാട്രിനിൽ പോകുന്ന പ്രോസസ്സൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടി, അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം എടുത്ത് ഒഴിച്ചതും ഫാൻ ഇട്ടതും പിന്നെ ചെവരിലടിച്ചതും, അങ്ങനെ കുറേ കഥയുണ്ട്. അത് പോട്ടെ, അത് ആ കഥ നമുക്ക് ഒരു നല്ല കഥയല്ല, അതുകൊണ്ട് ഇതിനകത്ത് പറയുന്നില്ല. അതെന്തായാലും അറിയാം, അങ്ങനത്തെ കഥയുണ്ട്. ആളുകൾക്ക് താല്പര്യമുള്ളവർ അന്വേഷിച്ചു കൊടുക്കുക. അത് ഞാൻ സൂചന പറഞ്ഞു തന്നു. എന്താണ് ചെയ്യുന്നതെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ധാരണയില്ല. VD സതീശനെ കുരുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കുരുക്കണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് കുരുക്കണ്ടായിരുന്നു എങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിൻ്റെ ഗുണം കിട്ടിയാനേ, ഇപ്പോഴും ഗുണം കിട്ടിയാനേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തോറ്റ അമ്പി ചൂട് മുടിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ തീപ്പട്ടിക്കോലും കൊണ്ട് വന്ന ഇത് ആളുകൾ വിശ്വസിക്കുമോ? ജനം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താ? വിജിലൻസ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. CBI അന്വേഷിക്കണം. പുനർജനി എന്താ വിഷയം? 2018 പ്രളയമുണ്ടായപ്പോൾ FCRI ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ FCRI ചട്ടങ്ങൾ അനുസരിച്ചേ വാങ്ങാവൂ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ്റിന് FCR രജിസ്ട്രേഷൻ വേണം. നമ്മൾ NGO ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ NGOക്ക് FCRIയുടെ രജിസ്ട്രേഷൻ വേണം. ഫോറിൻ ഫണ്ട് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷനെ റെഗുലേഷൻ ആക്റ്റാണ്. അതെല്ലാവർക്കും അങ്ങനെ വാങ്ങാൻ പറ്റില്ല. അത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വാങ്ങാൻ പറ്റും. മാതാമൃതാനന്ദമയി മഠം, അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച്, ഇങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കിട്ടും. പിന്നെ സാധാ സംഘടനകൾക്കൊക്കെ FCRI കിട്ടും, ചെറിയ എമൗണ്ട്. അത് വാങ്ങണമെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയർ തെറ്റിച്ചുകൊണ്ട് VD സതീശൻ പറവൂരിലേക്ക് പുനർജനി എന്നൊരു പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് നിന്ന് പൈസ വാങ്ങിച്ചു. ഇതാണ് പുള്ളിയുടെ പേരിലുള്ള ഒരു ആക്ഷേപം. അത് അന്വേഷിച്ചു, നേരത്തെ വിജിലൻസ് അന്വേഷിച്ചു, പലരും അന്വേഷിച്ചു, തെളിവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞു. കോടതിയിൽ പലരും പോയി, അത് അവിടെ നിന്നൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞു. 2 പ്രാവശ്യം അന്വേഷിച്ച് 2 പ്രാവശ്യം തെളിവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞു. പിന്നെ അതാ ഇപ്പം വീണ്ടും പൊടി തട്ടിയെടുത്ത് വിജിലൻസ് കൊണ്ടുവന്നിരിക്കുന്നു. CBI ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്, വേണമെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കാം. അപ്പോൾ വിജിലൻസ് ഇനിയിപ്പോൾ അത് കൊടുത്ത സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് തീരുമാനിക്കണം CBIക്ക് വിടണമെന്ന്. അങ്ങനെ ക്യാബിനറ്റുകാർക്ക് കൂടി CBIക്ക് വിടാൻ തീരുമാനിച്ച CBIക്ക് കത്തെഴുതണം. അപ്പോൾ CBI ഏറ്റെടുക്കാൻ തയ്യാറാവണം. കൊടുക്കുന്നതല്ല CBI ഏറ്റെടുക്കത്തില്ല. അങ്ങനെ CBIക്ക് ഇതിനകത്ത് മെരിറ്റ് ഉണ്ട്, CBI അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് CBIക്ക് തോന്നണം. അങ്ങനെ CBI ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം സതീശനെ ചോദ്യം ചെയ്യണം. ഇതൊക്കെ ആരെ കാലത്ത് നടക്കാൻ? ഇതെല്ലാം കൂടി ചെയ്ത് 3 മാസത്തിനകത്ത് വല്ല ഗുണവും കിട്ടുമോ? ഈ 3 മാസത്തിനകത്ത് വല്ല ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിനകത്ത് പിന്നെ തെരഞ്ഞെടുപ്പല്ലേ? 3 മാസം കൊണ്ട് CBI അന്വേഷിച്ച് ഇത് വല്ലതാ കരവല്ലം പിടിക്കുമോ? അപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ, ഇത് ഇട്ടെന്തിനെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഒരു കേസ് എടുത്തിട്ട് ഇപ്പോൾ ഈ ജട്ടി കേസിൽ കുരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആരോ PR ചെയ്യുന്നവരാണ്, മനോജാണോ എന്ന് അറിയത്തില്ല, ആരോ PR ചെയ്യുന്ന, പബ്ലിക് റിലേഷൻ ചെയ്യുന്ന ആളുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു വാർത്ത വന്നാൽ ഗവൺമെന്റ് അനുകൂലമായ ഒരു വാർത്തയും കൂടെ അടിച്ചോണം. അപ്പോൾ ചാനലുകൾ എന്ത് ചെയ്യും? അനുകൂല വാർത്തയിൽ കയറി തൂങ്ങി, പ്രതിപക്ഷത്തിന് എതിർക്കാനുള്ള വാർത്തയിൽ തൂങ്ങി പൊക്കോളും. അങ്ങനെ ജട്ടി കേസ് ഇന്നലെ വന്നപ്പോൾ ഇന്ന് ജട്ടി കേസ് ചർച്ച വരാതിരിക്കാൻ വേണ്ടി പുതിയൊരു സാധനം എടുത്തിട്ടു. പക്ഷെ അത് ചീഞ്ഞ പടക്കമായിപ്പോയി. കോൺഗ്രസ്സുകാർ ആരും അത് ഏറ്റില്ല. മുരളീധരനും രമേശ് ചെന്നിത്തലയും പിന്നെ ഷാഫിപ്പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷും VD സതീശനും എല്ലാവരും പറഞ്ഞു വരട്ടെ, ഇന്റർപോൾ വരെ വരട്ടെ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ആരോ വന്നോട്ടെ, എന്തോ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട് UDFന്. അത് LDF മനസ്സിലാക്കി അതിനുള്ള സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുക. അതിനുള്ള സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഉടായ്പകളായിട്ട് ഇറങ്ങിയാൽ കോൺഗ്രസിന് വോട്ടിന്റെ എണ്ണം കൂടുകയേ ഉള്ളൂ. ബാക്കി കുറച്ച് പേരുടെ വോട്ട് BJPക്കും പോവും. അപ്പോൾ BJPക്കും കുറേ സീറ്റ് കിട്ടും, കോൺഗ്രസിന് സീറ്റ് കിട്ടും. ഇതിനിടയിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാട് നടക്കുന്നു.
വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ ജാവേദ് പിന്നെ നമ്മുടെ BJPയുടെ പിന്നെ നേതാവ് പോയി കാണാൻ പോയി ഇന്നിപ്പോൾ പോയിട്ടുണ്ട്. സന്ദീപ് ബജസ്പതിയും ജാവേദും ഒക്കെ കൂടെ പോയി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹരിയൊക്കെ ഉണ്ട്, കോട്ടയത്തെ ഹരി NSS ആണെന്ന് തോന്നുന്നു, പോയി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളിയുമായിട്ട് ഒറ്റയ്ക്കുള്ള ചർച്ചയുണ്ട് BJPയുടെ ചുമതലയുള്ള നേതാവിന്. അതിനി എങ്ങനെയാണ് കേരളത്തിൽ ഗുണകരമായി വരിക എന്നറിയില്ല. ഇനി കാരണം ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ ആകപ്പാടെ പിന്താങ്ങുന്നത് സംഘപരിവാർ സംഘടനകളും KP ശശികലയും അതുപോലെ തന്നെ ബാബുവും പിന്നെ RSSും BJPയാണ് ശക്തമായി വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. CPM പോലും CPMന് വേണ്ടിയാണ് പാവപ്പെട്ട വെള്ളാപ്പള്ളി ഇത്രയും വെള്ളം കോരുന്നത്. പക്ഷേ CPMകാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അത് ന്യൂനപക്ഷം കയറി തിരിയുമോ എന്ന് പേടിച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല വസീഫ് അടക്കമുള്ള ആളുകൾ ഒരു ബാലൻസ് ഒരു ബാലൻസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇറക്കുന്നത്, എല്ലാവരും ഇറക്കുന്നത്. കാരണം മുസ്ലിം ലീഗും വേണം, ഈഴവ സമൂഹവും കയ്യിൽ വേണം, സമുദായം വേണം, അതാണ് ഇറക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായി വെള്ളാപ്പള്ളിയുടെ പിറകിൽ അണിനിരക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയിൽ വലിയ തോതിലാണ് കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്നത്. കേരള കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര കലാപമായിട്ടുണ്ട്. എമ്മിനകത്ത് പിന്നെ അതേസമയം ആന്റണി രാജുവിന് ഇനി മത്സരിക്കാൻ കഴിയില്ല. അപ്പോഴും ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക് ആ സീറ്റ് വേണമെന്നാണ് പറയുന്നത്. അതിന് കൊടുക്കുമോ ഇല്ലെന്നറിയില്ല. ഇതേ ആന്റണി രാജുവിനെ 2016 മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞതാണ്. അതേ ആന്റണി രാജു തന്നെ പിന്നെ മത്സരിച്ചു. പിന്നെ എന്താണ്, കള്ളനെയും കൊള്ളക്കാരനെയും ഒക്കെ പന പോലെ വളർത്തും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കള്ളം ചെയ്യുന്ന ആളുകളെ പന പോലെ വളർത്തിയിട്ടാണ് തളർത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ അവരെ തളർച്ചയുടെ ആക്കം കൂടും. സാധാരണ ഒരു വക്കീലായ ആന്റണി രാജുവിന് ഒരു 3 വർഷം കേസ് വന്നെങ്കിൽ ഉണ്ടാകാവുന്ന ഇമേജ് ഇടിയുന്നതും മുൻ മന്ത്രിയും നിലവിൽ MLA ആയിട്ടുള്ള ആന്റണി രാജുവിന് ഭാവിയെ പന പോലെ വളർത്തും എന്നൊക്കെ പറഞ്ഞ് ഈ തെമ്മാടിത്തരമൊക്കെ കാണിച്ച് ജട്ടിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ജയമോഹനെ പോലെ, പ്രഫയെ പോലെ, അല്ലെങ്കിൽ സെൻകുമാറിനെ പോലെയുള്ള, അല്ലെങ്കിൽ അനിൽ ഇമ്മാനുവലിന്റെ ജോലി തന്നെ പോയില്ലേ? അനിൽ ഇമ്മാനുവലിന്റെ ജോലി പോയെന്ന് പറയാൻ നല്ല രസമല്ലേ? നമ്മുടെ ഷാനി പ്രഭാകരനും അതുകൂടെ പറയാം, അതിന് വേറെ വീഡിയോ ചെയ്യുന്നില്ല. ഷാനി പ്രഭാകരനും ജോണി ലൂക്കോസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ CSR പൈസ കൊണ്ടുവന്ന് കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യും? വലിയ സമ്മേളനം നടത്തിക്കളയും, തിരുവനന്തപുരത്തും കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണഘടന, പൗര സ്വാതന്ത്ര്യം, വാർത്തകൾക്കുള്ള സ്വാതന്ത്ര്യം, സെൻസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ചൊറിയാതെ വയ്യ, പറയാതെ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാതെ വയ്യ എന്നൊക്കെ പറഞ്ഞ് വേണ്ട പ്രോജക്റ്റുകളാണ്. ഷാനി പ്രഭാകരൻ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ട്, ഇരിക്കാതെ വയ്യ, ഇരിക്കാൻ വയ്യ, പറയാതെ വയ്യ, എന്താ നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യ, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി തന്നെയുണ്ട്. എന്തൊരു തള്ളാണ് തള്ളുന്നത്. മോഡിക്കെതിരെയും രാജ്യത്തിനെതിരെയും ഓരോ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഓരോ അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ പാർട്ടികൾക്കെതിരെ ഓരോ സമയത്ത് എന്താ തള്ളുന്നത്? ആ തള്ളിയ അവരുടെ ചാനലിലല്ലേ അനിൽ ഇമ്മാനുവൽ ഈ വിവരങ്ങളെല്ലാം കൊണ്ട് കൊടുത്തത്? പാവപ്പെട്ട ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് നടക്കുന്നത് കഷ്ടമല്ലേ? അപ്പൊ അനിൽ ഇമ്മാനുവലും അതുപോലെ സെൻകുമാർ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ലേ, ജയമോഹൻ വളരെ സത്യസന്ധനായ ഓഫീസർ ആയതുകൊണ്ടല്ലേ, പ്രഫ, അങ്ങനെ കുറെ മാന്യന്മാരുണ്ടെന്നേ. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ ഈ വിഷയം പറഞ്ഞതാണ് ചാനലിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവിടെ. എന്തായാലും വളരെ രസകരമായ ഒരു കാര്യമാണ് നടക്കുന്നത്. ഈ ജട്ടി കേസ് പിടിക്കാൻ വേണ്ടി സതീശന്റെ പുനർജനി എടുത്തുകൊണ്ട് വന്നത് ശരിയായില്ല. പുനർജനി CBI അന്വേഷിച്ചാലൊന്നും ഒന്നും കണ്ടുപിടിക്കാനില്ല. കാരണം അത് ചത്ത പടക്കമാണ്, ചതഞ്ഞ പടക്കമാണ്. അത് അമിട്ട് പോലും അല്ല, പിന്നെ അല്ലേ ബോംബാവാൻ.